ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലെസൺ യൂണിറ്റ് ഏതാണ്? യൂണിറ്റ് 1 ഹാർമണി ഓഫ് മാവൽസ് എന്ന് പറയുന്ന യൂണിറ്റിലെ രണ്ടാമത്തെ ലെസൺ ആയിട്ടുള്ള ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ പോം കഴിഞ്ഞ് അതിൻ്റെ ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ആൻസർ ചെയ്ത് നോക്കാം. സോ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ സ്പീക്കർ സിംഗ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്പീക്കർ വണ്ടർ ആയിട്ടും അതുപോലെ തന്നെ അമേസ്മെൻ്റ് ആയിട്ടും, അതായത് വിസ്മയിച്ച് പാടിയത് എന്തുകൊണ്ടാണ്? The speaker sings in wonder and amazement because they are amazed by the beauty of the world around them. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചുറ്റുമുള്ള ലോകത്തിൻ്റെ ചുറ്റുപാടുമുള്ളതിൻ്റെ ബ്യൂട്ടി കണ്ടിട്ടാണ് എന്തായത് ഈ സ്പീക്കർ ആകെ വണ്ടർ അടിച്ച് പാട്ട് പാടിയത്? ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡു യു തിങ്ക് എറ്റേണിറ്റി റഷിംഗ് ടൈഡ് മീൻസ്? എറ്റേണിറ്റി റഷിംഗ് ടൈഡ് എന്നതുകൊണ്ട് മീനിങ് ആക്കുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ നോക്കി വെക്കാം. എറ്റേണിറ്റി ഈസ് റഷിംഗ് ടൈഡ് മീൻസ് ദ അൺസ്റ്റോപ്പബിൾ ആൻഡ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ടൈം ലൈക്ക് എ പവർഫുൾ റിവർ ദാറ്റ് നെവർ സ്റ്റോപ്സ്. അപ്പോൾ എന്താണ്? ഒരു സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയണത്? എറ്റേണിറ്റി എന്ന് പറയുന്നത്. ലൈക്ക് എ പവർഫുൾ റിവർ ദാറ്റ് നെവർ സ്റ്റോപ്സ്. എന്തുപോലെയാണ്? ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ലൈക്ക് എ പവർഫുൾ റിവർ, ഒരു നമുക്ക് തടയാൻ പറ്റാത്ത ഒരു പവർഫുൾ റിവർ പോലെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്? എറ്റേണിറ്റി. എറ്റേണിറ്റി ഈസ് റഷിംഗ് ടൈഡ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, pick out the worldly wonders described in the poem. അപ്പോൾ ഈ പോമിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വണ്ടേഴ്സ് ഏതൊക്കെയാണ്? The poem describes the wonders of the sky full of sun and stars, the abundance of life in the universe, the grass in the woodland, the sweet smell of flowers and the joy and happiness found everywhere. അപ്പോൾ ഈ പോമിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഈ സ്കൈയുടെ വണ്ടേഴ്സും അതുപോലെ സണ്ണ്, സ്റ്റാർസ്, ദെൻ യൂണിവേഴ്സിലെ ലൈഫിലെ അബണ്ടൻസും അതുപോലെ തന്നെ വുഡ്ലാൻഡിലൂടെ നടക്കുമ്പോൾ ഉള്ളതും അതുപോലെ തന്നെ സ്മെൽ ഓഫ് ഫ്ലവർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്, ഇത്തരം വണ്ടേഴ്സാണ് പോമിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് മാഡേൺ ദ പോയിറ്റ് മൈൻഡ്? അപ്പോൾ എന്താണ് പോയിറ്റിൻ്റെ മൈൻഡിനെ ഭ്രാന്തമാക്കിയത്? ദ ടച്ച് ഓഫ് ഗ്രാസ് ബ്ലേഡ് ആൻഡ് ദ ഫ്രാഗ്രൻസ് ഓഫ് ദ ഫ്ലവേഴ്സ് മേഡ് ദ poet's mind feel maddened and excited. അപ്പോൾ എന്താണ്? ഈ വുഡ്ലാൻഡിലൂടെ നടക്കുമ്പോഴുള്ള ഗ്രാസ് ബ്ലേഡിൻ്റെ ടച്ചും അതുപോലെ തന്നെ ഈ ഫ്ലവറിൻ്റെ ഫ്രാഗ്രൻസും ഇതൊക്കെ കൂടെ കേട്ടപ്പോഴാണ് ഈ പോയിറ്റിൻ്റെ മൈൻഡ് ആകെ മാഡ് ഉണ്ടാക്കിയത്. ഓക്കെ, ഈ നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ സ്പീക്കർ prick his ears, open his eyes and bare his heart? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോയറ്റ് ഇയേഴ്സൊക്കെ കൂർപ്പിച്ച് അതുപോലെ തന്നെ കണ്ണൊക്കെ തുറന്ന് ഹാർട്ടൊക്കെ തുറന്നിട്ട് അങ്ങനെ ഇരുന്നത് എന്തുകൊണ്ടാണ്? The speaker pricks their ears open, their eyes wide and bares their heart to fully experience and understand the world, showing a deep interest and readiness to feel and learn from everything around them. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ തുറന്ന് കൂർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്? To fully experience and understand the world. അപ്പോൾ ഈ വേൾഡിനെ എല്ലാ നിലക്കും എക്സ്പീരിയൻസ് ചെയ്യാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഇൻട്രസ്റ്റുമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്നും, അതായത് പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാതും പഠിക്കാൻ, എല്ലാ കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. What do you think the poet means by in the midst of the known I have sought the unknown? അപ്പോൾ
ഇതിൽ നിന്നും ഈ ലൈനിൽ നിന്നും പോയിട്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഇൻ ദ മിഡ്സ് ഓഫ് ദ നോൺ ഐ ഹാവ് സോട്ട് ദ അൺനോൺ മീൻസ് ദാറ്റ് ഈവൻ ദോ ദ സ്പീക്കർ ഈസ് ഫെമിലിയർ വിത്ത് ദയർ സറൗണ്ടിങ്സ് ദേ സ്റ്റിൽ സീക്ക് ന്യൂ ആൻഡ് അൺഫെമിലിയർ എക്സ്പീരിയൻസസ് ഷോയിങ് എ ക്യൂരിയോസിറ്റി ആൻഡ് ഡിസയർ ഫോർ എക്സ്പ്ലോറേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്പീക്കറിന് ഫെമിലിയർ ആയിട്ടുള്ള, അതായത് അറിയാവുന്ന കുറേ കാര്യങ്ങൾ ചുറ്റിലും ഉണ്ടെങ്കിലും ഈ പോയിന്റ് എപ്പോഴും തിരഞ്ഞിരുന്നത് എന്ത് കാര്യങ്ങളായിരുന്നു? അറിയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു പോയിന്റിന് എന്തൊരു ക്യൂരിയോസിറ്റിയും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ലൈൻസിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Activity 1 എന്താ? Read the following lines from another poem, The Sands of Dee by Charles Kingsley. അപ്പോൾ എന്താണ്? വേറൊരു പോം കൊടുത്തിട്ടുണ്ട്, The Sand of Dee എന്ന് പറയുന്ന ഒരു പോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഓ മാരി ഗോ and call the cattle home, and call the cattle home, and call the cattle home across the sands of Dee. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലൈൻസ്. The phrase and call the cattle home is used 3 times. അപ്പോൾ ഇവിടെ എന്താണ്? അപ്പോൾ ഈ പോം ഒന്ന് ശ്രദ്ധിച്ചാൽ കൂട്ടുകാർക്ക് മനസ്സിലാവും എന്താണ് and call the cattle home എന്നത് 3 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. ഓക്കെ, the phrase and call the cattle home is used 3 times. Such repetitions are called refrain. അപ്പോൾ ഇത്തരം റിപ്പീറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീഫ്രെയിൻ എന്ന് പറയുന്നത്. റീഫ്രെയിൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. റീഫ്രെയിൻ is a line of phrase that is repeated within the line or stanza. അപ്പോൾ ഒരു ലൈനിലോ അല്ലെങ്കിൽ സ്റ്റാൻസയിലോ റിപ്പീറ്റ് ചെയ്യുന്ന ലൈൻസിനെ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഫ്രേസസിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്രെയിൻ എന്ന് പറയുക. ക്യാൻ യു ഫൈൻഡ് ഔട്ട് എ ലൈൻ വിച്ച് ഈസ് റിപ്പീറ്റഡ് ഇൻ ദ പോം? റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ നമ്മുടെ പോയത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ലൈൻസോ ഫ്രേസസോ ഉണ്ടെങ്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു ലൈന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആ ലൈന്? ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് റീഫ്രെയിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 2. Then our second activity, what fills the speaker with wonder and amazement? അപ്പോൾ ഈ സ്പീക്കറിൻ്റെ വണ്ടറും അമേസ്മെൻറ്റും ഒക്കെ കൂടിയിട്ട് എന്താണ് ഫിൽ ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ്? ഒന്ന് അവർ തന്നിട്ടുണ്ട്, ദ സ്കൈ ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. അപ്പോൾ ബാക്കി ഇതുപോലത്തെ നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ദ ഫ്ലവേഴ്സ് ഓഫ് ഫ്രാഗ്രൻസ്, ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, ദ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്സ് ട്യൂൺ ഓൾ അറൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ പോമിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 3 എന്താണെന്ന് നോക്കി വെക്കാം. ലുക്ക് അറ്റ് ദ വേർഡ്സ് ടേക്കൺ ഫ്രം ദ പോം. അപ്പോൾ നമ്മുടെ പോമിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ്. പുട്ട് ദം ഇൻ ദ പ്രോപ്പർ പെയേഴ്സ്. അപ്പോൾ ഇവർ തന്നിട്ടുള്ള വേർഡ്സ് എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പർ പെയറായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ ഫ്ലവേഴ്സ്, ഗ്രാസ്, മൈൻഡ്, വെയിൻസ്, സ്വേഡ്. then അടുത്തതിൽ വേൾഡ്, റേസിംഗ്, ബ്ലേഡ്സ്, ഫ്രാഗ്രൻസ്, മാഡ് ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്, സ്വേഡ് വേൾഡ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. എന്താണ്? ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ് എഴുതാം. ദെൻ മൈൻഡ് മാഡേൺഡ് എഴുതാം. ഗ്രാസ് ബ്ലേഡ്സ്, വെയിൻസ് റേസിംഗ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. സോ അവർ ലാസ്റ്റ് ആക്ടിവിറ്റി നമ്പർ 4, ലെറ്റ് us revisit the first stanza. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ ഒന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കാം. The sky is full of the sun and the stars. The universe is full of life. Among all these, I have found a place, and wonder and amazement I sing. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ. In the first line, the initial sound S in sky repeated in sun and the stars. അപ്പോൾ എന്താണ്?
ഫസ്റ്റ് ലൈൻ കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഫസ്റ്റ് ലൈൻ ശ്രദ്ധിക്കുമ്പോൾ എന്താണ് ഈ സ്കൈ, ആദ്യം സ്കൈ ആണ് വരുന്നത്. സ്കൈൻ്റെ ഫസ്റ്റത്തെ സൗണ്ടായ സ്. അപ്പോൾ സ് പിന്നെ എവിടെയാണ്? സ്കൈ ഈസ് ഫുൾ ഓഫ് സൺ ആൻഡ് ദ സ്റ്റാർസ്. അപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് സ്കൈ, സണ്ണ്, സ്റ്റാർസ്. സ് സ് സ്. സ്കൈ, സണ്ണ്, സ്റ്റാർസ്, സ് സ് സ്. ഓക്കെ, അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് റിപ്പീറ്റേഷൻ ഈസ് കോൾഡ് അലിറ്ററേഷൻ. അപ്പോൾ ഇത്തരം റിപ്പീറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുക? അലിറ്ററേഷൻ. അപ്പോൾ സ് 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 തുടക്കത്തിലായിരിക്കണം, ഒരു ലൈനിലായിരിക്കണം. അപ്പോൾ ദ സ്കൈ ഈസ് ഫുൾ ഓഫ് സൺ ആൻഡ് ദ സ്റ്റാർസ്. സ്കൈ, സണ്ണ്, സ്റ്റാർസ്. അപ്പോൾ ഇതിനെ പറയുന്നത് എന്താണ്? അലിറ്ററേഷൻ. അപ്പോൾ അലിറ്ററേഷൻ എന്താണെന്ന് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈൻ ഓഫ് എ പോം ഈസ് കോൾഡ് അലിറ്ററേഷൻ. അപ്പോൾ എന്തായിരിക്കണം? ഫസ്റ്റത്തെ സൗണ്ട് ആയിരിക്കണം റിപ്പീറ്റഡ്, ദെൻ ഒരു സെയിം ലൈനിൽ ആയിരിക്കണം. ക്യാൻ യു ഫൈൻഡ് ഔട്ട് അതർ എക്സാമ്പിൾസ് ഫ്രം ദ പോം? അപ്പോൾ ഈ പോമിന് ബാക്കിയുള്ള എക്സാമ്പിൾസ്, അലിറ്ററേഷൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്. അപ്പോൾ ഇവിടെ വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ് ഇനി ഫ്ലവർ ഫ്രാഗ്രൻസ്. അപ്പോൾ ആദ്യത്തിൽ ഫ്. ദെൻ മാഡ് ആൻഡ് മൈ മൈൻഡ് മാഡ് ആൻഡ് മൈ മൈൻഡ് ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? അലിറ്ററേഷന് എക്സാമ്പിൾ. അപ്പോൾ സൗണ്ട്, ഫസ്റ്റത്തെ സൗണ്ട് സെയിം ആവുക, ദെൻ ഒരേ ലൈനിൽ വരിക. ഓക്കെ, അപ്പോൾ അത്തരം വേർഡ്സിനെയാണ് നമ്മൾ അലിറ്ററേഷൻ, അത്തരം റിപ്പീറ്റേഷനെയാണ് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ പോമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.